ഹലോ, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്കാണ്. ഓക്കെ, അപ്പോൾ രണ്ടാഴ്ചയിലൊരിക്കൽ ഞാൻ ഈ ഫേസ് പാക്ക് ഇടും കേട്ടോ. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുകാലമാണ്, വേനൽക്കാലമാണ്. അപ്പോൾ നമ്മൾ ഫേസിനൊക്കെ അത്രത്തോളം നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു റിസൾട്ട് തരും കേട്ടോ. വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഫേസിന് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൾനെസ് മാറിക്കിട്ടും. നമുക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ വളരെ 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 ഫലപ്രദമായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പപ്പായ കണ്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പപ്പായയാണ് കേട്ടോ. അപ്പോൾ പപ്പായ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഞാനിത് എടുക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് ഞാൻ വേറെ ക്യാരറ്റ് ജ്യൂസ് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫേസ് പാക്ക് ഇടുക. ഇത് നമ്മുടെ പപ്പായ ഉണ്ടായ പപ്പായ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് എടുത്ത് പിന്നെ നമുക്ക് ആവശ്യം നാരങ്ങാ നീരാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് പാല് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, പശുവും പാല് കേട്ടോ. പശുവും പാല്. ഇതിൽ നാരങ്ങാ നീരും പാലും ഒഴിവാക്കി തൈര് ചേർത്താലും നമുക്ക് സെറ്റാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ നമുക്ക് ആവശ്യം ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ആവശ്യമുണ്ട്. ഓക്കെ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ആവരുത് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണിത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്താ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പപ്പായ എടുത്ത് നല്ല ജ്യൂസി രൂപത്തിൽ അങ്ങ് മാറ്റാം. ഓക്കെ, ഞാനിതാ പപ്പായ എടുക്കണം കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള രൂപത്തിലായിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് എന്തായാലും പറ്റൂല. കുറച്ച് പാലും കുറച്ച് നാരങ്ങാ നീരും ഒഴിച്ചു കൊടുക്കാം. ഫൈനലി നാരങ്ങാ നീര് കേട്ടോ. പാക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലേ ഫേസിൽ. ഓക്കെ, നമുക്കിത് തേക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് ഇത് തേച്ചിട്ട് വെയിറ്റ് ആക്കാം. നമ്മൾ നന്നായിട്ട് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ചുമ്മാ തേക്കരുത്, തേക്കുന്നതിനോടൊപ്പം മസാജ് കൂടി ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇങ്ങോട്ട് വരരുത്, ഈ മോഡലിൽ പോവാം. ഓക്കെ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ആക്കണം കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. മടിക്കാതെ അങ്ങ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരിലും മടി ഉണ്ടാവും, പക്ഷെ മടിക്കാതെ നമ്മൾ ചെയ്യാം എല്ലാ ആഴ്ചയും. അപ്പം നമുക്ക് പപ്പായൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐറ്റമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് ഞാൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൻ്റെ ജസ്റ്റ് ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്തില്ലേ, ഇതൊക്കെ ഒന്ന് തലേന്ന് നൈറ്റൊക്കെ റെഡിയാക്കി തലേന്ന് നൈറ്റൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും കേട്ടോ. ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. യാതൊരു പ്രശ്നമില്ലേ. കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ എല്ലാവരുടെയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ആക്കാം. ഓക്കെ,
അപ്പോൾ ഇത് അരമണിക്കൂർ ഞാൻ വെയിറ്റാക്കി നന്നായിട്ട് നമ്മുടെ പാക്ക് ഫേസിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ നല്ല നീറ്റായിട്ട് വെക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ എൻ്റെ ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഒരു പിമ്പിൾസ് പോലും വരാറില്ല കേട്ടോ. എൻ്റെ ഫേസിൽ എല്ലാം ക്ലീൻ ആയിരിക്കും, ഒരു പിമ്പിൾസ് പോലും ഉണ്ടാവാറില്ല. കാണുന്നുണ്ടോ? അല്ലാതെ പ്രത്യേകിച്ചുള്ളൊരു ക്രീമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, ബൈ.